നമസ്കാരം. ഇന്ത്യയുടെ ഇംഗ്ലണ്ട് T20 പരമ്പര ആവേശകരമായി മുന്നോട്ട് പോവുകയാണ്. ആദ്യത്തെ 4 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ 3-1 പരമ്പര ഇന്ത്യ ഉറപ്പിച്ചു കഴിഞ്ഞു. 5ാം മത്സരം ജയിച്ച് പരമ്പര അവസാനിപ്പിക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ T20 ഫോർമാറ്റിലെ കുതിപ്പ് ശക്തമായി തുടരുകയാണ്. ഇംഗ്ലണ്ടിനെയും വീഴ്ത്തി ഇന്ത്യ കരുത്തു കാട്ടിയെങ്കിലും ചില സൂപ്പർ താരങ്ങളുടെ പ്രകടനം നിരാശപ്പെടുത്തുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് സഞ്ജു സാംസന്റെ പ്രകടനമാണ്. 25, 6, 3, 1 എന്നിങ്ങനെയാണ് ആദ്യത്തെ 4 മത്സരങ്ങളിലെ സഞ്ജു സാംസന്റെ പ്രകടനം. ഓപ്പണറായി ഇറങ്ങിയ തുടർച്ചയായി ഷോർട്ട് ബോൾ കെണിയിലാണ് സഞ്ജു പുറത്താവുന്നത്. ആദ്യത്തെ 3 മത്സരത്തിലും ജോഫ്ര ആർച്ചറാണ് സഞ്ജുവിനെ മടക്കിയത്. 5ാം മത്സരം സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ നിർണായകമായതാണ്. ഇതിലും ഫോമിലേക്ക് എത്താൻ സാധിക്കാതെ പോയാൽ സഞ്ജുവിന് വലിയ തിരിച്ചടികൾ നേരിടേണ്ടതായി വരുമെന്ന കാര്യവും ഉറപ്പാണ്. പല പ്രമുഖരും സഞ്ജു സാംസന്റെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ മുൻ ഇന്ത്യൻ ഓപ്പണറായ ആകാശ് ചോപ്ര സഞ്ജു സാംസനെ വിമർശിക്കാൻ താൻ തയ്യാറല്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ കാരണവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സഞ്ജു സാംസൺ തുടർച്ചയായി ഒരേ രീതിയിലാണ് പുറത്താവുന്നത്. എന്നാൽ സഞ്ജു സാംസൺ ആരാധകരെ നിരാശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ആകാശ് ചോപ്ര പറഞ്ഞത്. സഞ്ജുവിന്റെ ഷോർട്ട് ബോളിലെ പ്രശ്നം നേരത്തെ തന്നെ ആകാശ് ചൂണ്ടിക്കാട്ടിയതാണ്. ഇന്ത്യൻ ടീമിലെ സജീവ താരമല്ലെങ്കിലും വലിയ ആരാധക പിന്തുണ മലയാളി താരത്തിനുണ്ട്. സഞ്ജുവിനെതിരെ വിമർശനം ഉയരുമ്പോൾ ആരാധകർ ശക്തമായി തന്നെ രംഗത്തെത്താറുമുണ്ട്. അതുകൊണ്ട് തന്നെ പലരും വിമർശനം ഉയർത്താൻ മടിക്കാറുണ്ട്. സഞ്ജു സാംസന്റെ സമീപകാല ഫോം നിരാശപ്പെടുത്തുന്നത് തന്നെയാണ്. ഷോർട്ട് ബോളുകൾ സഞ്ജുവിനെ പ്രയാസപ്പെടുത്തുന്നുമുണ്ട്. അതിവേഗ പേസർമാർക്ക് മുന്നിൽ സഞ്ജുവിന് മുട്ടിടിക്കുന്നതായാണ് കാണാനാകുന്നത്. എന്നാൽ സഞ്ജു നന്നായി പേസിനെ നേരിടുന്ന താരമാണ്. നിലവിലെ മോശം ഫോമിൽ നിന്ന് ശക്തമായി കരകയറാൻ സഞ്ജുവിന് സാധിക്കുമെന്ന് തന്നെ കരുതണം. സഞ്ജു സാംസൺ നന്നായി ഫുൾ ഷോട്ട് കളിക്കുന്ന താരമാണ്. എന്നാൽ ഇപ്പോൾ പഴയ മികവ് സഞ്ജുവിനില്ല. ടൈമിംഗ് കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. സഞ്ജു സാംസന്റെ പ്രശ്നം ഫുട് വർക്കിലാണെന്നാണ് ആകാശ് ചോപ്ര ചൂണ്ടിക്കാട്ടിയത്. ക്രീസിനെ നന്നായി ഉപയോഗപ്പെടുത്തി കളിക്കാൻ സഞ്ജു സാംസൺ ശ്രമിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിന്റെ അതിവേഗ പേസർമാരെ ബാക്ക് ഫുട്ടിൽ കളിക്കാൻ ശ്രമിക്കുമ്പോൾ സഞ്ജുവിന് കാലിടറുന്നു. നല്ല വേഗതയുള്ള ബൗളർമാരെ നേരിടുമ്പോൾ ബാക്ക് ഫുട്ടിൽ ഇത്തരത്തിൽ ഷോട്ട് കളിക്കുന്നത് വിക്കറ്റ് പോവാനുള്ള സാധ്യതയും ഉയർത്തുന്നു. സഞ്ജുവിന്റെ 4 മത്സരത്തിൽ പുറത്താക്കലുകളും ഏറെക്കുറെ ഒരേ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കേണ്ടതായുണ്ട്. അല്ലാത്ത പക്ഷം ഇന്ത്യൻ ടീമിലെ സീറ്റ് തെറിക്കാൻ സാധ്യത കൂടുതലാണെന്ന് തന്നെ പറയാം. സഞ്ജു സാംസണ് നിലവിൽ ഇന്ത്യയുടെ T20 ഓപ്പണർ സ്ഥാനമുണ്ട്. എന്നാൽ സഞ്ജുവിന് മുന്നോട്ട് പോക്ക് എളുപ്പമാവില്ലെന്ന് ഉറപ്പാണ്. ഇതേ ഫോമിൽ തുടർന്നാൽ സഞ്ജുവിനെ ഇന്ത്യൻ ഓപ്പണർ സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കും. യശസ്വി ജയ്സ്വാൾ തിരിച്ചെത്തുമ്പോൾ ഒരാൾ വഴി മാറേണ്ടതായിട്ടുണ്ട്. അഭിഷേക് ശർമ്മ ഭേദപ്പെട്ട പ്രകടനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണ് കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് ഉറപ്പാണ്. ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിൽ നിന്നും ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും തഴയപ്പെട്ട സഞ്ജു രഞ്ജി ട്രോഫി കളിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്.